ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് നിതിൻ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് കരുതുന്നു. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന കുറേ മെയിനായിട്ട് ബ്യൂട്ടി ടിപ്സുകളൊക്കെ ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ ഇൻസ്റ്റഗ്രാമിനകത്ത് മെസ്സേജ് അയക്കുന്നുണ്ട് പേഴ്സണലായിട്ട്. മെയിൻലി ഹെൽത്ത് ബെനിഫിറ്റ്സ് ആയിട്ട് ചെയ്ത കീറ്റോ ഡയറ്റ് ഒരുപാട് പേർക്ക് റിസൾട്ട് തന്നിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ താടി വളരുന്നതിൻ്റെ അതും ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ചുണ്ട് ചുമക്കുന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഡാർക്ക് ലിപ്സ് ഉള്ളവർക്കൊക്കെ ഉള്ള അതും ഒരുപാട് ആൾക്കാർക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടിയെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ ഇൻസ്റ്റഗ്രാമിനകത്ത് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുമ്പോഴും അതുകൊണ്ട് തന്നെ യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് അയക്കുമ്പോഴും നമുക്ക് ഓക്കെ നമ്മളുടെ ആ ഒരു വീഡിയോ കണ്ട് അത് ചെയ്ത് ഒരാൾക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. സോ ഇനിയും ഇതേ കൂട്ടത്തെ നല്ല നല്ല ഒത്തിരി ടിപ്സുകൾ ഷുവറായിട്ട് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നതായിരിക്കും. എന്നിട്ട് ഇന്നത്തെ ഈ ഒരു ടിപ്പ്, അതായത് ഈ കഴുത്തിന് ചുറ്റും നല്ല ഡാർക്ക് കളറ് ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു പ്രോബ്ലമാണ്. അത് ജെനറ്റിക്കലായിട്ട് വരുന്ന ഇതുണ്ട്. ജെനറ്റിക്കലായിട്ട് വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ജെനറ്റിക്കൽ ഒരു 10% ആൾക്കാർക്ക് വരുന്നൊരു ഫാറ്റാണ് ഈ കഴുത്തിൽ കറുപ്പ് വരുന്നത്. അത് നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാറ്റാൻ കഴിയുള്ളൂ. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ കളർ വരണമെന്നുണ്ട്. പക്ഷേ 90% ആൾക്കാർക്ക് ഈ കഴുത്തിന് ചുറ്റിനും കറുപ്പ് നിറം വരാറുണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺസ് അത് മാറ്റാനുള്ള കുറച്ച് പൊടിക്കൈകൾ. ഇതുകൊണ്ട് തന്നെ എടുത്തൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതിനകത്ത് 6 ടിപ്സ് ആയിരിക്കും ഞാൻ പറയുന്നത്. ബാക്കി 6 ടിപ്സ് നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ വലിയ ലെന്തായിട്ടോ. എനിക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ വീഡിയോസും കണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് അമർത്തിയേക്കണം. ആ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തില്ലെങ്കിൽ ഒരു യൂസും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. സോ എനിവേ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മുടെ ഈ കഴുത്തിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ ഉണ്ടാകാനായിട്ട് മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ നമ്പർ 1 എന്ന് പറയുന്നത് ഈ സൂര്യപ്രകാശം ഏൽക്കുന്നതുകൊണ്ടാണ്. മാക്സിമം സൂര്യനിൽ നിന്ന് മാറി നടക്കുക, അതാണ് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ഒരുപാട് സൺലൈറ്റുള്ള അടുത്തൊന്നും കൂടുതൽ നേരം നിൽക്കാതിരിക്കുക. സൂര്യപ്രകാശം ഒന്നാമത്തെ. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊല്യൂഷൻ തന്നെയാണ്. വെളിയിൽ പോകുമ്പോഴൊക്കെ ഈ പൊല്യൂഷനും എല്ലാം കൊണ്ടാണ് ഇത് മെയിനായിട്ട് രണ്ടാമത്തെ റീസൺ ഉണ്ടാകുന്നത്. മൂന്നാമത്തെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽ പ്രോഡക്ട്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ പറയുന്ന ഫെയർനെസ് ക്രീംസും എല്ലാം ഉണ്ടല്ലോ, അതിൻ്റെ യൂസ് കൊണ്ട് ഇതുണ്ടാവാം. നാലാമത്തെ ഒരു റീസണാണ് ഒബിസിറ്റി, പൊണ്ണത്തടി. കൂടുതൽ തടിച്ച ആൾക്കാർക്ക് ഈ കഴുത്തിൻ്റെ ചുറ്റിനുള്ള കറുപ്പ് നിറം ഇച്ചിരി കൂടുതലായിരിക്കും. സോ ഇതെല്ലാം മാറ്റാനായിട്ട് 6 ടിപ്സ് ഈ വീഡിയോയിൽ പറയാം. ആദ്യത്തെ ടിപ്പാണ് അലോവേറ. അതായത് നമ്മളുടെ കറ്റാർ വാഴ എടുക്കുക. കറ്റാർ വാഴ പ്യുവറായിട്ടുള്ള കറ്റാർ വാഴ നിങ്ങൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി കട്ട് ചെയ്തെടുക്കുക. ജെല്ല് എടുക്കുക, ക്രഷൊന്നും ചെയ്യേണ്ട. ആ ജെല്ല് മാത്രം കഴുത്തിൻ്റെ ചുറ്റിനുമായിട്ട് നല്ലതായിട്ട് 10 മിനിറ്റോളം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് മസാജ് വല്ല ചെയ്താൽ മതി. അതിനകത്ത് വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, അലോവേറ മാത്രം. എന്നിട്ട് ഇത് ജസ്റ്റ് 30 മിനിറ്റ്സ് ഡ്രൈ ആകാൻ വയ്ക്കുക. നല്ലതായിട്ട് കഴുകി കളയുക. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ടതാണ്. വിത്തിൻ 2 വീക്സ് നല്ലതായിട്ട് ഉള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. രണ്ടാമത്തെ ടിപ്പാണ് ACV. കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് ആപ്പിൾ സിഡാർ വിനെഗർ. ഈ സംഭവം യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ആപ്പിൾ സിഡാർ വിനെഗറിനകത്ത് 4 ടീസ്പൂൺ നമ്മളുടെ സാധാരണ വാട്ടർ ഒഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ഒഴിക്കുക. ഓക്കെ, ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ ബോൾ എടുത്തിട്ട് നിങ്ങളുടെ കഴുത്തിന് ചുറ്റിനും ജസ്റ്റ് ഒരു 3 മിനിറ്റ് മാത്രം ഒന്ന് തേച്ച് പിടിച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് മസാജ് ചെയ്തതിന് ശേഷം വീണ്ടും വേറൊരു കോട്ടൺ ബോൾ എടുത്തതിന് ശേഷം അത് അതിനകത്ത് മുക്കിയിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് ഒപ്പി കൊടുക്കുക. അതിൻ്റെ ബാക്ക് സൈഡിൽ മാത്രം നല്ല രീതിയിൽ അബ്സോർബ് ആയിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഒപ്പി കൊടുക്കുക. ഓക്കെ, ഒപ്പി കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അറിയത്തില്ല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിന് ശേഷം നിങ്ങളിത് 10 മിനിറ്റ് വെച്ചേക്കുക. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകി കളയുക. ഈ ആപ്പിൾ സിഡാർ വിനെഗറിൻ്റെ ഇത് ആൾട്ടർനേറ്റീവായിട്ട് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ചെയ്യാറുള്ളൂ. അതായത് ആൾട്ടർനേറ്റീവ് ഡേയ്സ് ഇന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റന്നാൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആപ്പിൾ സിഡാർ വിനെഗർ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയ്ക്ക് നിങ്ങളിത് കഴുകി കളഞ്ഞതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഡ്രൈ ചെയ്തിട്ട് ഏതെങ്കിലും ബെസ്റ്റായിട്ടുള്ളൊരു മോയ്സ്ചറൈസർ തേച്ചേക്കുക. മൂന്നാമത്തെ ടിപ്പാണ് ആൽമണ്ട് ഓയിൽ. ഓക്കെ, ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഇത് യൂസ് ചെയ്യണം.
പിന്നെ അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നല്ലതായിട്ട് നിങ്ങളുടെ കഴുത്ത് സോപ്പ് വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കലില്ലാത്ത എന്ത് സംഭവം വെച്ച് നല്ലതായിട്ടൊന്ന് കഴുകിയതിന് ശേഷം 10 മിനിറ്റ് ആൽമണ്ട് ഓയിൽ അവിടെ മസാജ് ചെയ്ത് കൊടുക്കുക. ഡെയിലി ചെയ്യുക. വിത്തിൻ 1 വീക്ക് നല്ലതായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. 4ാമത്തെ ടിപ്പാണ് ബേക്കിംഗ് സോഡ. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയ്ക്കകത്ത് ഒരു 4 ടേബിൾ സ്പൂൺ നമ്മുടെ സാധാരണ പച്ചവെള്ളം, ശുദ്ധമായിട്ടുള്ള പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം അത് നമ്മുടെ കഴുത്തിന് ചുറ്റും നല്ലതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ്സ് എങ്കിലും അവിടെ വെച്ചേക്കുക. 20 മിനിറ്റ്സ് നല്ലതായിട്ടൊന്ന് ഡ്രൈ ആകണം. ഇതിന് ശേഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയാനാണ്. ഈ ബേക്കിംഗ് സോഡയുടെ ഈ ഒരു ഫോർമുല നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ദിവസം ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റന്നാൾ, അങ്ങനെ അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡേയ്സിൽ മാത്രം ചെയ്യുക. വിത്തിൻ 2 വീക്സ് ഷുവറായിട്ട് നല്ല വിസിബിളായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത 5ാമത്തെ ഫോർമുലയാണ് നമ്മളുടെ ഒലീവ് ഓയിൽ ഉണ്ടല്ലോ, ഒലീവ് ഓയിലും ലെമൺ ജ്യൂസും. ഇത് രണ്ടും ഈക്വൽ എമൗണ്ടിൽ നിങ്ങൾ മിക്സ് ചെയ്യുക. ഒലീവ് ഓയിലും ലെമൺ ജ്യൂസും ഈക്വൽ എമൗണ്ടിൽ മിക്സ് ചെയ്തതിന് ശേഷം രാത്രി കിടക്കുന്നതിന് മുന്നേ ഇത് കഴുത്തിൽ തേച്ചുകൊണ്ട് കിടക്കുക. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് പെട്ടെന്നായിരിക്കില്ല വരുന്നത്. അറ്റ്ലീസ്റ്റ് 1 മന്തെങ്കിലും നിങ്ങൾ ഡെയിലി ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഈ കഴുത്തിന് ചുറ്റിനുള്ള നല്ല രീതിയിൽ മാറ്റാൻ കഴിയും. അടുത്ത 6ാമത്തെ ടിപ്പാണ് ഉരുളൻകിഴങ്ങ്. നമ്മുടെ പൊട്ടറ്റോ നല്ലതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തുനിന്ന് കുറച്ച് ജ്യൂസ് എടുക്കുക. 1 ടേബിൾ സ്പൂൺ ജ്യൂസ് വെള്ളം എടുക്കുക. അത് നല്ല രീതിയിൽ നമ്മളുടെ കഴുത്തിൽ വാഷ് ചെയ്തതിന് ശേഷം മാത്രം, വാഷ് ചെയ്ത് നല്ലതായിട്ട് ടവൽ കൊണ്ട് കഴുത്ത് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 30 മിനിറ്റ് അത് വെച്ചേക്കുക. ഡെയിലി ഇത് ചെയ്യാവുന്നതാണ്. ഇത് ഏത് സമയം വേണമെങ്കിലും, നിങ്ങൾ രാത്രിയിലോ നിങ്ങൾക്ക് ടൈം കിട്ടുന്ന ഏത് സമയമാണെന്ന് വെച്ചാൽ ഇത് ചെയ്യുക. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞേക്കുന്ന ഈ ഒരു 6 ടിപ്സ് ഷുവറായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. ഇനി അല്ലാതെ വേറെ 6 ടിപ്സ് കൂടെ ഉണ്ട്. ആ വീഡിയോ നമ്മൾ അടുത്തതിനകത്ത് വരുന്നതായിരിക്കും. ഇത് കിട്ടിയിട്ട് നിങ്ങൾക്ക് റിസൾട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ഇത് ഇൻസ്റ്റഗ്രാമിനകത്തേക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. അതിനകത്തേക്ക് മെസ്സേജ് അയക്കുക. അല്ല കമൻറ്റ് മാക്സിമം ഞാൻ എല്ലാത്തിനും റിപ്ലൈ ചെയ്യാറുണ്ട്. മാക്സിമം എല്ലാ കമൻറ്റിനും റിപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ കമൻറ്റ് 1 by 1 ആയിട്ട് വീണ്ടും ചാറ്റ് പോലെ അയച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എനിക്ക് ചിലപ്പോൾ റിപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അയക്കാൻ പറയുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ വാട്സപ്പ് നമ്പർ ചോദിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ വാട്സപ്പിനകത്ത് കൂടുതലായിട്ട് അങ്ങനെ ആക്റ്റീവ് അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മെസ്സേജിനും ഞാൻ വോയിസ് ആയിട്ടും അല്ലാതെ റെസ്പോണ്ട് കൊടുക്കും. നിങ്ങളെല്ലാവരും ഇൻസ്റ്റഗ്രാമിനകത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയക്കുക. പിന്നെ അതുകൊണ്ട് തന്നെ ഇനി പുതിയ എന്തെങ്കിലും കോൺസെപ്റ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ. സോ എൻ്റെ ചാനൽ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ നോട്ടിഫിക്കേഷൻ മണി ഉണ്ടല്ലോ, ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. ഇനി അടിപൊളി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ലവ് യു ഗൈസ്. ബൈ.